സോ വിത്ത് ദാറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു മുഖ്യ വിഷയത്തെ മേലുള്ള ചർച്ചകളും അതുപോലെ തന്നെ അതിൻ്റെ പ്രതികരണങ്ങളും ഒക്കെയാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. ഇനി നമ്മളോടൊപ്പം ഈ വ്യക്തിത്വങ്ങളൊക്കെ നമ്മളോടൊപ്പം ഈ ഒരു ഡോപമിൻ സബ്മിറ്റ് 2025 ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ഈ ഒരു ഫ്ലോർ, നമ്മൾ ഈ ഒരു സെഷൻ ചർച്ചകൾക്കായിട്ട് തുറന്നു നൽകുകയാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങളോ ചോദ്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇന്ന് ഇവിടെ ഈ മേൽ പറഞ്ഞ വിഷയത്തിൽ മാധ്യമധർമ്മവും ലഹരി വിമുക്ത ഭാവിയും അതോടൊപ്പം തന്നെ മയങ്ങുന്ന സമൂഹവും തൂലികാധർമ്മവും അതോടൊപ്പം തന്നെ ഡോക്ടർ ഹൈദരലി കളിയത്തും നമ്മളോടൊപ്പം സംസാരിച്ചു. അവരോട് ചോദ്യങ്ങൾ ചോദിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ആശയങ്ങൾ പങ്കുവെക്കാനുണ്ടെങ്കിൽ അത് പങ്കുവെക്കാനുള്ള കൂടി ഒരു വേദി കൂടിയാണ്. നിങ്ങളെല്ലാവരെയും ഈ ഒരു ഓപ്പൺ ഡിസ്കഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കൈകളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് മൈക്കുകൾ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ഇതൊരു വളരെ ഇൻട്രാക്റ്റീവ് സെഷൻ ആക്കുക. ഒരു തുറന്ന ചർച്ചയ്ക്ക് ഉള്ളൊരു വേദി കൂടിയാണ് ഡോപമിൻ സബ്മിറ്റ് 2025 ഒരു വേദി. ചർച്ചയ്ക്കായിട്ട് അരങ്ങ് ഒരുങ്ങുകയാണ്. ഇനി നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സജീവമായിട്ടുള്ള സാന്നിധ്യവും പങ്കാളിത്തവുമാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. സോ എല്ലാവരും ദയവ് ചെയ്ത ആ ഒരു ചർച്ചയിൽ സജീവമായി പങ്കെടുക്കുകയും ഡോപമിൻ സബ്മിറ്റ് 2025 എ വാർ അഗെയിൻസ്റ്റ് നമ്മുടെ ഈ ഒരു യുദ്ധമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ യുദ്ധത്തിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് പങ്കാളികളാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ആൻഡ് ചർച്ചയിലേക്ക് ആരാണ് ആദ്യത്തെ ഒരു ചോദ്യം? യെസ് മാഡം. നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചോദ്യം അല്ലെങ്കിൽ നിങ്ങളുടെ ആശയങ്ങൾ ഉന്നയിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. യെസ്. നമസ്കാരം, ഞാൻ ജിസിനി. ഡോക്ടർ ബിരുദമുണ്ട്, ആയുർവേദ ഡോക്ടറാണ്. പക്ഷേ വർക്ക് ചെയ്യുന്നത് ആസ് എ സോഷ്യൽ വർക്കർ എന്ന് പറയാം. learning as a social worker, coming from Australia to learn how Kerala is defending drugs, because Australia needs this knowledge. Have you heard about stolen generation of Australia? So learn about stolen generation, which is stolen by drugs. സോ ഞാൻ കാണുന്നുണ്ട് അവിടെ ജനങ്ങൾ അനുഭവിക്കുന്നത് ഡ്രഗ്സിൻ്റെ പ്രശ്നം കൊണ്ട്. എ ഹോൾ ജനറേഷൻ വാസ് സ്റ്റോളൻ ഫ്രം ദി വേൾഡ് ആൻഡ് വി ആർ സപ്പോർട്ടിംഗ് ദം ടു കം ബാക്ക് ടു ദി സൊസൈറ്റി. ആൻഡ് അൽഹംദുലില്ലാ, താങ്ക് യു അങ്കിൾ ഫോർ ആൻഡ് ഓൾ ദി കോർഡിനേറ്റേഴ്സ് ഫോർ ദിസ് സമ്മിറ്റ്. And the most amazed thing is SFW, right? SFW, yes. SFW, for social fencing wing. അവിടെ ഫാമിലീസ് ആണ് സ്റ്റോളൻ ആയത്. അപ്പോൾ ഇത് ഞാൻ കേട്ടപ്പോൾ തന്നെ അമേസ്ഡ് ആയി. ഫാമിലീസ് ഒരുമിച്ച് കൂട്ടുന്ന ഒരു ഫോറം ഉണ്ടാക്കുക എന്ന് പറഞ്ഞത്, ക്യാൻ യു പ്ലീസ് എക്സ്പ്ലെയിൻ ഹൗ ഇറ്റ് വർക്ക്സ്? സോഷ്യൽ ഫെൻസിങ് വിങ് എന്ന് പറഞ്ഞാൽ ഇത്തരം നശീകരണ സംസ്കാരങ്ങളും സ്വഭാവങ്ങളും സമൂഹത്തിലേക്ക് കടന്നു വരാതിരിക്കാനുള്ള ഒരു കുടുംബങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് പണിത് തീർത്ത് ആ സമൂഹത്തെ ഈ ദുഷ്ടപ്രവണതകളിൽ നിന്നും സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. അതിനെയാണ് സോഷ്യൽ ഫെൻസിങ് വിങ് എന്ന് പറയും. അപ്പോൾ അവിടെ ഒരു കൂട്ടായ്മ ഉണ്ടാകും, ചർച്ചകളുണ്ടാകും, അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ സമൂഹം അതിനെ തിരുത്താൻ തയ്യാറാകും. അപ്പോൾ കുറേയൊക്കെ പ്രശ്നങ്ങൾ പ്രതിരോധിക്കാൻ ഈ സോഷ്യൽ ഫെൻസിങ്ങിലൂടെ കഴിയുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പം അത് നല്ല രീതിയിൽ ശക്തമായി മുന്നോട്ട് പോകണമെങ്കിൽ കുറേ കുടുംബങ്ങൾ ഒന്നിച്ചു നിൽക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വളർന്നു വരണം. അപ്പോഴാണ് സോഷ്യൽ ഫെൻസിങ് വിങ് ഒരു സമൂഹത്തിൻ്റെ ഒരു രക്ഷകനാകാൻ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ ഒരു കാവൽക്കാരനാകാൻ സോഷ്യൽ ഫെൻസിങ്ങിന് കഴിയുക.
എല്ലാവർക്കും അതിൽ ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകും. അവർ ചർച്ചയിലൂടെ അതിന് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണും. അങ്ങനെയാണ് സോഷ്യൽ ഫെൻസിങ് വിങ് അത് പ്രവർത്തിക്കുക. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് നമ്മളിവിടെ നിർവഹിച്ചത്. എന്തെങ്കിലും ഡ്രാഫ്റ്റ് ആയിട്ടുണ്ടോ ഇപ്പം തന്നെ? അങ്ങനെ ഒരു ഡ്രാഫ്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടില്ല. ഞങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഒരു വർഷമായി, കഴിഞ്ഞ വർഷം തുടങ്ങിയതാണ്. ഇനി അതിനു കൂടെ ഒന്നുകൂടി ശക്തമാക്കുക എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Can I suggest one point? Yes. So please be what do you say? Non-prejudice. മുൻവിധി ഇല്ലാതെ എല്ലാവരും കാണും. ഈ ഫാമിലിയിലാണെങ്കിലും ഈ അഡിക്ഷൻ വന്നു പോയ വ്യക്തികളെ ആണെങ്കിലും ഒരു മുൻവിധി ഇല്ലാതെ നമ്മൾ അവരെ സഹായിക്കാനും അവരോട് ഇൻറ്ററാക്ട് ചെയ്യാനും ശ്രമിക്കാം. താങ്ക് യു. റഹീന മാം പ്ലീസ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റഹീന. ഞാൻ MES പൊന്നാനി കോളേജിലെ കൊമേഴ്സ് വിഭാഗം അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. കഴിഞ്ഞ 5 വർഷമായിട്ട് കോളേജിലെ ആൻറ്റി നർക്കോട്ടിക് സെല്ലിൻ്റെ കോർഡിനേറ്ററാണ് ഞാൻ. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് കോളേജിൽ ഒരുപാട് പരിപാടികൾ നടത്തിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഇത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് നിരന്തരം ഇപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓരോ മാസവും നമുക്ക് കോളേജിൽ എന്ത് പ്രോഗ്രാം നടത്തി എന്നുള്ളതിൻ്റെ റിപ്പോർട്ട് DD ഓഫീസുകളിലേക്ക് അയച്ചു കൊടുക്കണമെന്ന് വരെ ആവശ്യപ്പെട്ടിട്ട് ഗവൺമെൻറ് അത്ര ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നമുക്കിത് നമ്മളോട് ആവശ്യപ്പെടുന്നുണ്ട് പരിപാടികൾ നടത്താൻ, കുട്ടികളുടെ ഇടയിലേക്ക് ഈ കാര്യം എത്തിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവിടെ ഞാൻ ഈ 5 വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ ഫേസ് ചെയ്തിട്ട് ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഇത് ആവശ്യമില്ല. അവരിത് ഒരിക്കലും കേൾക്കാൻ തയ്യാറല്ല. നമ്മളൊരു പ്രോഗ്രാം നടത്തി കഴിഞ്ഞാൽ നമ്മൾ പല രീതിയിലുള്ള, ഇപ്പോൾ ഇവിടെ സംസാരിച്ച പോലെ തന്നെ ആർട്സ്, കൾച്ചർ, സാഹിത്യം, അതേപോലെ പല രംഗത്തുള്ള പല ഗസ്റ്റുകളെ നമ്മൾ കോളേജിൽ കൊണ്ടുവരുന്നു. പക്ഷെ അവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി കുട്ടികൾക്കില്ല. അവർക്ക് നമ്മളിപ്പോൾ ഈ വരുന്ന ഗസ്റ്റിനെ അപമാനിക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് കോളേജിലെ ഈ പറഞ്ഞ പോലെ ഏറ്റവും നല്ല കുട്ടികളായിട്ടുള്ള NSSൻ്റെയും NCCയിൽ നിന്നൊക്കെയുള്ള ഏറ്റവും നല്ല ക്ലാസ്സിൽ ഏറ്റവും നല്ല പഠിക്കുന്ന കുട്ടികളെ നമ്മൾ വിളിച്ചാൽ കേൾക്കുന്ന കുട്ടികളെ ഇരുത്തിയിട്ട് നമ്മൾ പലപ്പോഴും ഓഡിയൻസിനെ ഫില്ല് ചെയ്യേണ്ട ഒരു ഗതികേട് നമുക്ക് പലപ്പോഴും വരാറുണ്ട്. പലപ്പോഴും സങ്കടം തോന്നാറുണ്ട്. നമ്മളെ ഈ പ്രോഗ്രാമിൻ്റെ ഇനീഷ്യേറ്റീവിന് നമ്മുടെ ഋഷിരാജ് സിംഗ് സാർ വന്നപ്പോഴും ആ ഒരു സമയത്ത് വരെ നമുക്ക് മുന്നിൽ ഓഡിയൻസ് ഇല്ലാത്തൊരു നമുക്കൊരു സങ്കടം. നമ്മൾ കുട്ടികളെ എല്ലായിടത്തും ക്യാമ്പസിൽ മൊത്തം നടന്നിട്ട് നമ്മൾ കുട്ടികളെ സംഘടിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ഇതിനിപ്പോൾ നമുക്ക് എങ്ങനെ ഒന്ന് ടാക്കിൾ ചെയ്യാൻ പറ്റും? ആക്ച്വലി ഇത് അങ്ങനെ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന കുട്ടികളിലേക്ക് നമുക്കറിയാം. ഈവൻ കോളേജിൽ തന്നെ ഉണ്ട്. ഞങ്ങളെ കോളേജിൽ തന്നെ കഴിഞ്ഞ വർഷം ഒരു 7ഓളം കുട്ടികളെ കോളേജിൽ നിന്ന് ഡ്രഗ് യൂസുമായിട്ട് ബന്ധപ്പെട്ട് ഹോസ്റ്റലിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കോളേജിൽ അവർക്കെതിരെ നടപടി പ്രത്യക്ഷത്തിൽ വരാതെ തന്നെ പ്രത്യക്ഷത്തിൽ കുട്ടികളെ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാതെ തന്നെ നമുക്ക് നടപടികൾ എടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പോലീസിൽ അവർക്ക് ഇതാരാണെന്ന് പുറത്തറിയിക്കാതെ തന്നെ നമുക്ക് പോലീസിനും എക്സൈസിനും ഒക്കെ കൈമാറേണ്ട സാഹചര്യങ്ങളൊക്കെ കോളേജിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളിലേക്ക് ഈ ഒരു മെസ്സേജ് എത്തിക്കാൻ നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷനാണ്. ഇതിന് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത്. താങ്ക് യു മാഡം. ഞാൻ പറയുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കൂ. നമ്മുടെ ശരീരത്തിലേക്ക് ഒരു രോഗാണു വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു രോഗാണു വന്നു കഴിഞ്ഞാൽ ശരീരം എന്താ ചെയ്യുക? ശരീരത്തിൻ്റെ പ്രതിരോധ കോശങ്ങൾ അല്ലെങ്കിൽ T സെൽസ് അതിനെ വളയും. അതിന് അവിടെ നിന്നും വ്യാപിക്കാൻ സമ്മതിക്കും. അവർ പരാജയപ്പെടുമ്പോഴാണ് ആ അണു ശരീരത്തിലേക്ക് വ്യാപിക്കും. അപ്പം ഒരു പ്രൈമറി ഡിഫൻസ് നമുക്ക് സമൂഹത്തിൽ ഉണ്ടാക്കണം. അതുണ്ടാക്കേണ്ടത് രോഗം വന്നവരിലല്ല, രോഗം വരാത്തവരിലാണ്. ഇപ്പം നമ്മൾ പരിപാടി സംഘടിപ്പിക്കുമ്പം അവർ വരുന്നില്ല എന്നുള്ളതിൻ്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞത്. അവർ രോഗം ബാധിച്ചവരാണ്. അവരിലേക്ക് നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. ഈ പ്രതിരോധ കോശങ്ങൾ ഈ രോഗം ബാധിച്ച കോശങ്ങളെ തേടിപ്പോവുകയാണ് ചെയ്യുന്നത്.
എന്നിട്ട് അതിന് ചുറ്റും ഇങ്ങനെ വേലി കെട്ടും, അനങ്ങാൻ സമ്മതിക്കില്ല. എന്നിട്ട് വിഷം ഇറക്കി അവയെ നശിപ്പിക്കും. ഈ ഒരു രീതി നമ്മുടെ സമൂഹത്തിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ, ഇതിനെക്കുറിച്ച് അറിയുകയും അത് ഈ സമൂഹത്തിൽ സംഭവിക്കാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന കുറേ ആളുകളുള്ളപ്പം ഇങ്ങനെ ഒരു രോഗാണു അവിടെ വന്നാൽ അവരെ വളയുകയും അവനെ അതിൽ ഒതുങ്ങി നിൽക്കാൻ ഏറ്റവും ചുരുങ്ങിയത് അവൻ കാരണം മറ്റൊരാൾ കൂടി അതിലേക്ക് വരാതിരിക്കാൻ കാരണമായിരിക്കും. പിന്നീട് അവനിലേക്ക് എത്തി അവനെ അതിൽ നിന്നും മോചിപ്പിക്കാനും കഴിയും. മാഡം 2 ദൗത്യങ്ങളെ അവിടെ മിക്സ് ചെയ്യുന്നതുകൊണ്ടാണ് മാഡത്തിന് അവിടെ പ്രയാസം അനുഭവപ്പെട്ടത്. ഒരു ദൗത്യം പ്രതിരോധം സൃഷ്ടിക്കാനുള്ള ദൗത്യം, അതാണ് അവയർനെസ്. ഉപയോഗിക്കുന്ന ആളുകൾക്ക് അവയർനെസ് അല്ല വേണ്ടത്, ട്രീറ്റ്മെൻറ്റാണ്. അവർക്ക് അതിൽ നിന്നും മാറി നിൽക്കാനുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുക്കുന്നത്. അവരെ ക്ലാസ്സിന് കൊണ്ടുപോയി വന്നിരുത്തുന്നതുകൊണ്ട് മാത്രം ഗുണം ചെയ്യില്ല, അവർ ക്ലാസ്സിന് വരും ചെയ്യില്ല. കാരണം അവർ ഉപയോഗിച്ച് തുടങ്ങിയാൽ അവർ ഞങ്ങൾ ഉപയോഗിക്കുന്നു എന്നല്ല പറയുക, ഞങ്ങൾ അഡിക്റ്റ് അല്ല എന്നാണ് പറയുക. അതായത് അഡിക്റ്റ് ആകുമ്പോൾ മാത്രം ഒരു ചികിത്സ മതി. ഞങ്ങൾ ഉപയോഗിക്കുന്നു പക്ഷെ അഡിക്റ്റ് അല്ല, എപ്പോൾ വേണമെങ്കിലും നിർത്താം. അപ്പം അങ്ങനെ ചിന്തിക്കുന്നൊരു വിഭാഗത്തെ നമ്മളൊരു ക്ലാസ് വെച്ചാൽ അവർ വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. അവരിലേക്ക് എത്താൻ കഴിയുന്ന, അവരെ പൊതിയാൻ കഴിയുന്ന, അവരുടെ പ്രവണതകളെ ചുരുക്കി പിടിക്കാൻ കഴിയുന്ന ഒരു കരുത്തുള്ള സമൂഹത്തെ വാർത്തെടുക്കാനാണ് അവബോധം അവയർനെസ് ക്ലാസ്സുകൾ ഉണ്ടാകേണ്ടത്. ഈ അവയർനെസ് ക്ലാസ്സുകളിലൂടെ നിങ്ങൾ ഇത്തരം കുട്ടികളെ കണ്ടെത്തി അവരുമായി ഒരു ലിങ്ക് സ്ഥാപിച്ച്, അവരുമായി നല്ല റാപ്പോ സ്ഥാപിച്ച്, അവരിലേക്ക് പരിവർത്തനത്തിൻ്റെ വിത്തുകൾ ഇട്ടുകൊടുത്ത് അവരെ ഓരോരുത്തരായോ കൂട്ടമായോ മാറ്റിയെടുക്കാൻ ശ്രമിച്ചാൽ മാഡത്തിൻ്റെ ദൗത്യം വിജയിക്കും. ഡോക്ടർ പറഞ്ഞതിനോടൊരു കൂട്ടിച്ചേർക്കലാണ്. പൊതുവേ നമ്മുടെ കുട്ടികൾക്ക് ഇത്തരം ഉപദേശങ്ങൾ കേൾക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ്, അല്ല അഡിക്റ്റഡായിട്ട് ആൾക്കാരല്ല, അല്ലാത്തവരും പരിപാടികൾക്ക് വരില്ല എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, ഞങ്ങളെപ്പോലുള്ള നരച്ചവരെ കേൾക്കാനുള്ള അവരുടെ ഇഷ്ടം കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് അവരാരെയാണോ കേൾക്കാൻ ആഗ്രഹിക്കുന്ന അത്തരം ആൾക്കാരെ കൊണ്ടുവരികയും അവരെ കൊണ്ട് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും കുട്ടികൾ വരും. അവരാരാധിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്, ചെറുപ്പക്കാരായ പാട്ടുകാർ, എഴുത്തുകാർ, അല്ലെങ്കിൽ സിനിമാക്കാർ ഒക്കെയുണ്ട്. അവർ ഞങ്ങളെപ്പോലുള്ളവരുടെ പിന്നാലെയല്ല. അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ വന്ന് സംസാരിച്ചാൽ അവർക്ക് താല്പര്യമില്ലാത്തത്. നിങ്ങൾ കൊണ്ടുവരേണ്ടത് അത്തരത്തിൽ അവരുടെ മേൽ സ്വാധീനമുള്ള ധാരാളം ചെറുപ്പക്കാരായ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അവരെ കൊണ്ടുവന്ന് സംസാരിച്ചാൽ നിശ്ചയമായിട്ടും അവർ വരും, അവരുടെ ശബ്ദം കേൾക്കും. ആ പറയുന്ന കൂട്ടത്തിൽ ഇത്തരത്തിലെ കാര്യങ്ങൾ കൂടി പറയുക എന്നുള്ളതാണ് കൂടുതൽ കരണീയമായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. ഡോക്ടറും ശ്രീ ബെന്യാമിനും പറഞ്ഞതിനോട് ചേർത്ത് എൻ്റെ ഒരു വീക്ഷണം കൂടെ ഞാൻ പറയുകയാണ്. നമ്മൾ 3 വാക്കുകൾ തമ്മിലുള്ള അർത്ഥവ്യത്യാസം വളരെ നേർത്തതാണെങ്കിലും പ്രധാനമാണ്. ഹിയർ, ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ്. നമുക്ക് കേൾക്കാം, മനസ്സിലാക്കാം, പക്ഷെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. എനിക്ക് തോന്നുന്നു പലപ്പോഴും നമ്മൾ ചേമ്പലയിൽ വെള്ളം ഒഴിക്കുന്ന പോലെ നമ്മുടെ പല വാക്കുകളും ഈ കുട്ടികളുടെ പ്രതലത്തിലൂടെ മാത്രം കടന്നു പോകുന്നതിൻ്റെ ഞാൻ 30% പറയുന്നു. ഒരു കാരണം, നമ്മൾ കേൾക്കുന്നു, നമ്മളല്പം മുൻവിധിയോടെ പെട്ടെന്ന് നമ്മൾ ഡോക്ടറുടെ റോളിലേക്ക് മാറും. നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നു, പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നു. അത് നമ്മുടെ ഒരു പ്രജഡിസാണ്. ശരിക്കും അവരുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നത് എന്താണെന്നോ, എന്തുകൊണ്ടാണെന്നോ, എങ്ങനെ അവിടെ എത്തിയെന്നോ, എങ്ങനെ തിരിച്ചു വരാനാണ് അവർ ആഗ്രഹിക്കുന്നതെന്നോ മനസ്സിലാക്കിയിട്ടാണോ നമ്മൾ സമീപിക്കുന്നത്. പലപ്പോഴും മാസ് പ്രോഗ്രാംസ് അനിവാര്യമാണെങ്കിലും കുറച്ചുകൂടെ മൈക്രോ ലെവലിൽ കാര്യങ്ങളെ കാണുന്നത് നന്നായിരിക്കും എന്നെനിക്കൊരു അഭിപ്രായമുണ്ട്. ഹലോ, ഗുഡ് ഈവനിങ് എവരി വൺ. എൻ്റെ പേര് ഫാറൂഖ്. ഞാനൊരു ഇൻ്റർനാഷണൽ ഹോട്ടലിൽ, ഹിൽട്ടൺ ഹോട്ടലിൽ ചീഫ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തു.
ഞാനൊരു 16 വയസ്സുള്ള കുട്ടിയുടെയും അതുപോലെ തന്നെ ഒരു 14 വയസ്സുള്ള കുട്ടിയുടെയും 5 വയസ്സുള്ള കുട്ടിയുടെയും ഉപ്പയാണ്. എനിക്ക് എൻ്റെ ഒരു കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ രീതിയിൽ, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ പലപ്പോഴും നമ്മുടെ ഹൗ ടു ഡു ദ പാരൻറ്റിങ് സിസ്റ്റം എത്രമാത്രം എഫക്റ്റീവ് രീതിയിൽ നമ്മൾ രക്ഷിതാക്കളെ പഠിപ്പിക്കുന്നുണ്ട് എന്നതിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ കുട്ടികളോട് നമ്മൾ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളോട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവർ എത്രമാത്രം അത് അക്സെപ്റ്റ് ചെയ്യും എന്നതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ എഫക്റ്റീവായ രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് തോന്നുന്നത് നമ്മൾ കുട്ടികൾ ആ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അവരുമായി വളരെ ഇമോഷണലായിട്ട് കണക്ട് ചെയ്യണം. അത് അധ്യാപകർക്ക് സാധിക്കണം, അതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് സാധിക്കണം, അതുപോലെ തന്നെ അവരുടെ സിറ്റുവേഷൻ മനസ്സിലാക്കിയിട്ട് അതിനൊരു പ്രോപ്പറായി ഗൈഡ് കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഇവിടെയൊക്കെ ആവശ്യമുള്ള നമ്മൾ കുട്ടിയോട് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നത് പറയുന്നതിനേക്കാൾ അപ്പുറം അതിൻ്റെ നീഡ് എന്താണെന്ന് അവർക്ക് തോന്നുന്ന രീതിയിലുള്ള ഒരു തോന്നിപ്പിക്കുന്ന എന്തെങ്കിലും റിസോഴ്സസ്, എന്തെങ്കിലും കാരണങ്ങൾ. ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആടുജീവിതത്തിലെ ആ നോവൽ വായിക്കുമ്പോൾ കുട്ടികൾ ചെലുത്തുന്ന സ്വാധീനം പോലെ നമ്മൾ ഓർഫനേജുകളിൽ അല്ലെങ്കിൽ RCCകളിൽ ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ പോയിട്ട് മറ്റുള്ള കുട്ടികൾ, മറ്റുള്ള സമൂഹം അനുഭവിക്കുന്ന വേദനകൾ അത് മനസ്സിലാക്കാനുള്ള സാഹചര്യം അവർക്ക് ഉണ്ടാക്കുമ്പോഴും, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ജീവിതങ്ങൾ ജീവിക്കുന്ന ആളുകളും ഈ സമൂഹത്തിലുണ്ട്, എന്നിട്ട് അതിൻ്റെ ദൂഷ്യഫലങ്ങൾ അവരെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു അവസരവും അവരെ കണക്ട് ചെയ്യുന്ന രീതിയിൽ, കൂടുതൽ എഫക്റ്റീവ് ആവുന്ന രീതിയിൽ. ഒരിക്കലും എൻ്റെ ഒരു മോൻ എന്നോട് ചോദിക്കേണ്ടായി. എന്താണ് എൻ്റെ മോൻ ചോദിച്ചു, എന്നോട് ചോദിച്ചു ഹൗ വി ക്യാൻ എനിക്ക് എങ്ങനെയാണ് നമുക്ക് ഒരു കുട്ടി മെച്യൂർഡ് ആവുന്നത് മനസ്സിലാക്കാൻ സാധിക്കുക. നമ്മുടെ അധ്യാപകർ പലപ്പോഴും അത് പറഞ്ഞു കൊടുക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ട്, ഞാനടക്കമുള്ള രക്ഷിതാക്കൾ അത് പറയുന്നതിൽ പരാജയപ്പെടുന്നുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മയക്കുമരുന്നിനെ കുറിച്ച് സംസാരിക്കുന്നതിൻ്റെ വളരെ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് ഡിജിറ്റൽ അസറ്റിൻ്റെ, അതായത് ഡിജിറ്റൽ ഡിവൈസസിൻ്റെ യൂസേജ് ഹൗ എഫക്റ്റ് അവിടെ കുട്ടികളിൽ, നമ്മുടെ കുട്ടികളിൽ ഈ ഡിജിറ്റൽ ഡിവൈസസ് ഉപയോഗിക്കുമ്പോൾ എത്രമാത്രം ആ കുട്ടികളിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അവർ കൂടുതൽ നോളജ് ഗെയിൻ ചെയ്യാൻ പോകുമ്പോൾ ആ കുട്ടികളിൽ എത്രമാത്രം എഫക്റ്റ് വരുത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള കുറെ പ്രോബ്ലംസ് പുതിയ ജനറേഷനിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. എൻ്റെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ കുട്ടികൾ വരുന്നില്ല പരിപാടിയിലേക്ക് കാണാൻ, അല്ലെങ്കിൽ കുട്ടികൾ ആ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അത് നമ്മളൊരു പരിപാടികളൊക്കെ ഒരു പ്രയസനം എന്ന രീതിയിലാണ് നടത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷേ അത് കുറച്ചും കൂടി എഫക്റ്റീവായ രീതിയിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ കുട്ടികൾ ഈ മൊബൈൽ അതുപോലെ തന്നെ ഡിജിറ്റൽ ഡിവൈസസ് ഉപയോഗിക്കുന്നുണ്ട്. കുട്ടികളോട് നമ്മൾ പറയുന്നത് ഉപയോഗിക്കുന്നവർ കർശനമായി പറയുന്നുണ്ട്. പക്ഷേ അവർക്ക് നെക്സ്റ്റ് എന്താണ് അതിനൊരു സിമ്പിളായ സ്റ്റെപ്പ്, അതുപോലത്തെ കുട്ടികൾക്കുള്ള അധികം ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അധ്യാപകരും ത്രൂ വാട്സപ്പിലൂടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടാണ് അവർ ഉപയോഗിക്കേണ്ട അവസരം വരുന്നത്. അപ്പോൾ രക്ഷിതാക്കളോട് പറയും ഞങ്ങൾക്ക് സ്കൂളിൽ പഠിക്കേണ്ട കാര്യങ്ങൾ നോക്കേണ്ടത് വരും എന്ന് പറയും. അപ്പോൾ അവരത് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെ ഓവർകം ചെയ്യാൻ പറ്റും ആസ് എ പാരൻറ്റ്? കുട്ടികൾ പരിപാടികളിലേക്ക് വിളിച്ചാൽ വരില്ല എന്നുള്ളതൊരു ഫാക്റ്റാണ്. അവരെ എങ്ങനെ വരുത്തും എന്നുള്ളതാണ് പരിപാടിയെ ആകർഷകമാക്കേണ്ടത്. അതാണ് നമ്മൾ അടുത്ത സെഷനിൽ നമ്മൾ കരുതിയത്. പാട്ടുകളിലൂടെ അവർക്കും കൂടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറേ പേരൊക്കെ വരും. പക്ഷേ ഒരു മാസ് പ്രോഗ്രാം ആകുമ്പോൾ ചില ന്യൂനതകളൊക്കെ അതിനുണ്ടാകും. അപ്പോൾ വലിയ പ്രോഗ്രാമുകൾക്ക് പകരം ചെറിയ ചെറിയ സംഘങ്ങളെ കേന്ദ്രീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും വ്യക്തികളിൽ കൂടുതൽ സ്വാധീനം ചെലുത്താൻ സാധ്യമാകുക എന്ന് ഞാൻ മനസ്സിലാക്കും. രണ്ടാമത് പറഞ്ഞത് ഡിവൈസസിൻ്റെ കാര്യം. ഡിവൈസസിനോട് നോ എന്ന് പറയാൻ പറ്റുന്നൊരു കാലഘട്ടത്തിലല്ല നമ്മൾ ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവർ ജനിച്ചതും അവർ കാണുന്നതും ഒരുപക്ഷെ ഞാൻ പറയുമ്പോൾ അവർ ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ മാതാവിൻ്റെ മൊബൈൽ യൂസും അതിൽ നിന്നുള്ള റേഡിയേഷനും ആ പാട്ടും അതിൻ്റെ വികാരങ്ങളുമൊക്കെ അറിഞ്ഞുകൊണ്ട്
ആ ഒരു ഭ്രൂണത്തിൽ നിന്നും വളർന്നു വന്ന് ഭൂമിയിലേക്ക് എത്തുമ്പോൾ അത് നിഷേധിക്കപ്പെടുമ്പോൾ അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ ഗുരുതരമാണ്. അപ്പം അവരുടെ ആ സ്വാധീനത്തെ മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുകയും ദുരുപയോഗത്തെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സന്തുലിതമായ പ്രവണത അല്ലെങ്കിൽ ഒരു നിയന്ത്രണം, അതാണ് നമുക്ക് അവരെ ഏൽപ്പിക്കാൻ കഴിയും. അതല്ലാതെ ജനിച്ചു വളർന്ന ഈ 2 ജനറേഷൻസ്, അതായത് 1990 ശേഷം ഇതുവരെയുള്ള ഈ 2 ജനറേഷൻസ്, അവർ ജനിക്കുന്നതും അവർ വളരുന്നതും അവർ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഇതാകുമ്പോൾ അവരോട് ഇതിനോട് നോ എന്ന് പറയുന്നത് അവർ തീർച്ചയായും സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. അപ്പം അവർക്ക് സന്തുലിതമായ ഒരു രീതി, സ്വഭാവ രീതി അതിനോട് ഉണ്ടാക്കി കൊടുക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയാണ് അതിനുള്ള നല്ല വഴി. അതിനുള്ള ട്രെയിനിങ് ആണ് നമുക്ക് നൽകേണ്ടി വരിക. അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തത് ഞാൻ മറന്നുപോയി. പാരൻറ്റിങ്ങിൻ്റെ മക്കളെ സ്വാധീനിക്കാനുള്ള മാതാപിതാക്കളുടെ ഒന്നും കൂടി ചോദിച്ചു. ഈ പാരൻറ്റിങ് സിസ്റ്റമൊക്കെ നമ്മൾ എഡ്യൂക്കേഷൻ രീതിയിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ചുള്ള സാർ അഭിപ്രായം എന്താണ്? അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മളൊരു പാരൻ്റ് ആകുമ്പോൾ ഹൗ ടു ബിഹേവ് ടു അവർ കിഡ്സ്. ബിക്കോസ് പലപ്പോഴും നമുക്ക് നമ്മുടെ ഇമോഷൻസ് അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പ്രഷർ ഇതൊക്കെ നമ്മുടെ ഫാമിലിനെ എഫക്റ്റ് ചെയ്യാതെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് എങ്ങനെ അവരുടെ തലമുറ, പുതിയ തലമുറ, അതായത് അവർ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവരുടെ കുട്ടികളൊക്കെ പെരുമാറുന്ന രീതികളെക്കുറിച്ച് അവർ എങ്ങനെ നല്ല രീതിയിൽ ഒരു പാരൻ്റ് ആവാൻ പറ്റും എന്നതിനെക്കുറിച്ച് എഡ്യൂക്കേഷൻ രീതിയിൽ എന്തുകൊണ്ട് കൊണ്ടുവരുന്നില്ല? അതിനെക്കുറിച്ച് സാർ അഭിപ്രായം എന്താണ്? തിരൂർ MES സ്കൂളിൽ 2023 കൊറോണയ്ക്ക് ശേഷം അല്ലേ സാറേ എന്നാണ് എൻ്റെ ഓർമ്മ, ഞങ്ങൾ പാരൻസിനെ വിളിച്ച് ഒരു പാരൻറ്റിങ് ട്രെയിനിങ്, ഒരു ക്ലാസ് അല്ല, ഒരു കോച്ചിങ് തന്നെ, ഒരു വർക്ക്ഷോപ്പിൻ്റെ ഒരു സീരീസ്, ഏകദേശം 12 സെഷൻ നീണ്ടു നിൽക്കുന്ന ഒരു സെഷൻ ഞങ്ങൾ നടത്തി. ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഇതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാവും. പക്ഷേ പാരൻസിന് അവരുടേതായ സമയം അതിന് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. വളരെ കേസ് സ്റ്റഡീസൊക്കെ വെച്ച് അവരെ പ്രാപ്തരാക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ് ഞങ്ങളവിടെ നടത്തിയത്. ഏകദേശം ഒരു 8-10 സെഷൻ നടത്തിയെന്നാണ് എൻ്റെ ഓർമ്മ. അവസാനമായപ്പോഴേക്കും ഒരു 10-12 പാരൻസ് മാത്രം, അല്ലെങ്കിൽ ഒരു 15 പാരൻസ് മാത്രം ആക്കുന്ന രീതിയിലേക്ക് അത് ചുരുങ്ങി. സംഗതികൾ നമ്മൾ ചെയ്യാഞ്ഞിട്ടല്ല, പാരൻസ് പലപ്പോഴും അത് ഉപയോഗിക്കാൻ അവർക്ക് പ്രയാസങ്ങളുണ്ടാകും. വീട് മാനേജ് ചെയ്യണം, കുട്ടികളെ മാനേജ് ചെയ്യണം, ഓഫീസ് മാനേജ് ചെയ്യണം. ഈ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിൽ ഒരു പൈലറ്റ് സ്റ്റഡി ആയിട്ടാണ് ഞങ്ങളത് MES സ്കൂളുമായി സഹകരിച്ചുകൊണ്ട് നടത്തി നോക്കിയത്. അതൊരു തുടർന്ന് കൊണ്ടുപോകണമെന്ന ആഗ്രഹത്തോടു കൂടിയിട്ടാണ് നടത്തിയത്. പക്ഷേ അത് പിന്നെ അതിലുള്ള പാർട്ടിസിപ്പേഷനും ഒക്കെ കുറഞ്ഞു വന്നപ്പം പിന്നെ അത് തുടർന്ന് നടത്തിയില്ല. ഇത്തരം പാരൻറ്റിങ് സെഷൻസ് പാരൻസ് പങ്കെടുക്കൽ നിർബന്ധമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത് പാരൻറ്റിങ് പത്തോളജി തന്നെയാണ്. കുട്ടികളെ മനസ്സിലാക്കാതെ, അവരുടെ ഉള്ളിലുള്ള വികാരം മനസ്സിലാക്കാതെ, അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ മനസ്സിലാക്കാതെ അവരെ വിമർശിക്കുകയും തിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ചെയ്യില്ല, വിപരീത ഫലമാണ് ചെയ്യുക. അപ്പം അവരെ മനസ്സിലാക്കാനുള്ള ഒരു ട്രെയിനിങ് നമുക്ക് വേണം. അവരോട് അവർ പറഞ്ഞതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു രീതിയും നമുക്ക് അനുവദിക്കാൻ കഴിയില്ല. അപ്പം അവരെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പാരൻറ്റിങ് ട്രെയിനിങ്ങിന് മാതാപിതാക്കൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ, അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാൽ, അത് ഗുണകരമായ പാരൻറ്റിങ്ങിനും ഗുണകരമായ സ്വഭാവങ്ങൾ കുട്ടികളിൽ ഉണ്ടാക്കുന്നതിനും
അത് സഹായിക്കുമെന്നുള്ളത് വളരെ കൃത്യമാണ്. പക്ഷെ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് ഞങ്ങൾ നടത്തി മാതാപിതാക്കളിൽ. ഇങ്ങനെ വരെ മാനേജ്മെൻറ്റ് അവരോട് പറഞ്ഞു, നിങ്ങൾ കൃത്യമായി ഈ ക്ലാസ്സുകളിൽ പങ്കെടുത്താൽ നിങ്ങളുടെ കുട്ടികൾക്ക് പ്രോത്സാഹനത്തിനുള്ള, നിങ്ങൾ മാതാപിതാക്കൾ പങ്കെടുത്തതുകൊണ്ട് കുട്ടികൾക്ക് അതിൻ്റെ പ്രോത്സാഹനത്തിൻ്റെ ഒരു മാർക്ക് കൊടുക്കാൻ വരെ ഞങ്ങൾ തയ്യാറാണെന്ന് മാനേജ്മെൻറ്റും ടീച്ചേഴ്സും ഒക്കെ പറഞ്ഞു. പക്ഷെ എന്നിട്ട് പോലും പാരൻസിന് അവരുടെ സിസ്റ്റത്തിൽ നിന്നും ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി സമയം കണ്ടെത്താൻ ഒരു 15-20 പാരൻസിന് മാത്രമേ കഴിഞ്ഞുള്ളൂ. 2000-ത്തിലധികം കുട്ടികൾ പഠിക്കുന്നൊരു സ്ഥാപനത്തിൽ ഇങ്ങനെ ആയിരുന്നു പ്രതികരണം. അത് അവരെ ഞാൻ കുറ്റം പറയല്ല, പാരൻസിനെ കുറ്റം പറയല്ല. പാരൻസും അത് തിരിച്ചറിയണം, അതിൻ്റെ ആവശ്യകത തിരിച്ചറിയണം. അത് അനിവാര്യമാണ്, ആവശ്യമാണ്. താങ്ക് യു ഡോക്ടർ. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ചത് കേരള തലത്തിൽ, അതായത് ഇപ്പം സ്കൂൾ തലത്തിൽ ഇവർ ചെയ്തു. മിസ്റ്റർ സുരേഷ് കുമാർ ഇതിനകത്ത് എന്തെങ്കിലും പറയാനുണ്ട്? സംസ്ഥാന തലത്തിൽ വളരെ എഫക്റ്റീവായ രീതിയിൽ ഗവൺമെൻറ് നേതൃത്വം കൊടുത്തിട്ട് സ്കൂൾ തലങ്ങളിൽ അത് ജസ്റ്റ് നമ്മുടെ ഒരു ആസ് എ പാരൻറ്റ് നമ്മളൊക്കെ പലപ്പോഴും ചിന്തിച്ചു പോകുന്നതാണ്, നമ്മുടെ പാരൻറ്റിങ് ഫെയിലിയർ ആണോ എന്ന്. കാരണം നമുക്കറിയില്ല, നമ്മളെ പാരൻറ്റിങ് ആകുമ്പോഴേ മറ്റുള്ള ഇമോഷൻസ് നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ല, അങ്ങനെ ഒരു പേരൻറ്റിന് തോന്നുന്നത് തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾ ഒരു പേരൻറ്റിങ് ശരിയായ ദിശയിൽ നൽകുന്നുണ്ടോ എന്നൊരു ചിന്ത നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിലുള്ളത് നല്ലതാണ്. നമുക്കൊരു സെൽഫ് ഓഡിറ്റ് സത്യത്തിൽ ആവശ്യമാണ്. ഞാൻ എല്ലാത്തിനോടും നെഗറ്റീവായി സമീപിക്കുന്നു നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നമ്മളിപ്പോൾ ഈ പേരൻറ്റിങ്ങിൽ പലപ്പോഴും നമുക്കുള്ളൊരു തെറ്റിദ്ധാരണ വിലക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്യുന്നതാണ് രക്ഷകർത്തൃത്വം എന്നൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്. ഡൂസുമുണ്ട് ഡോൺസുമുണ്ട്. നമ്മളെപ്പോഴും ഡോൺസ് പറയുക, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, എന്തുകൊണ്ട് ചെയ്തു. അപ്പോൾ ചോദ്യം ചെയ്യുകയും വിലക്കുകയും ചെയ്ത് ഒരു നമുക്ക് അവരുടെ കഴിവിനോ വേഗത്തിനോ ഒപ്പം എത്താൻ പറ്റാതെ വരുമ്പോൾ അവരെ ഒരല്പം ഭയപ്പെടുത്തി അവരുടെ മുകളിലൊരു ഇമോഷണൽ അധികാരം, ഞാൻ വ്യക്തികളെക്കുറിച്ചല്ല പറയുന്നത്, അങ്ങനത്തെ പേരൻറ്റിങ്ങും ഉണ്ട്. അപ്പം ആ സമയത്താണ് ശരിക്കും പറഞ്ഞാൽ പല കുട്ടികൾക്കും രക്ഷകർത്താക്കളോടൊരു ഡിസ്കണക്റ്റ് ഉണ്ടാകുന്നത്. എനിക്ക് ഒരുപാട് പേരുടെ ജീവിതത്തിൽ അറിയാവുന്നതാണ് പറയുന്നത്. നമ്മുടെ മനസ്സ് അവർക്ക് ഉൾക്കൊള്ളുന്നില്ല, നമ്മളെ കേൾക്കാൻ സമയമില്ല. പിന്നെ രക്ഷിതാക്കളുടെ വർക്ക് ലൈഫ് ബാലൻസിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, നമ്മൾ തിരക്കേറിയ ജോലി, അത് കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഫ്രസ്ട്രേഷൻസ്, നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ആരുടെ മുകളിൽ തീർക്കാമോ അത് നമ്മൾ തീർക്കും. അത് ഏറ്റവും സുരക്ഷിതമായി നമുക്കത് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം നമ്മുടെ വീടാണ്. അത് ഭാര്യ കുറച്ച് ബോൾഡാണെന്നുണ്ടെങ്കിൽ പിന്നെ മക്കളോടായിരിക്കും. ഇതൊക്കെ നമ്മളെല്ലാവരും അനുഭവിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസിലുള്ള പ്രശ്നങ്ങളുടെ അടക്കം അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളുടെ പ്രശ്നം ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ ഒരുപാട് സ്ഥലത്തുണ്ട്. സിംഗിൾ ചൈൽഡ്, ഒരു കുട്ടി മാത്രമുള്ള സ്ഥലം, അച്ഛനും അമ്മയും ജോലി ചെയ്യുന്ന സ്ഥലം. നമ്മൾ ഈ പറയുന്ന ഏത് കൺസെപ്റ്റിൽ നമ്മൾ പേരൻറ്റിങ് നടത്തും? എത്ര സമയം നമുക്ക് ആ കുട്ടിയെ കാണാൻ പറ്റും? അച്ഛനും അമ്മയും ജോലി കഴിഞ്ഞ് വരുന്നതിന് 6-7 മണിക്കൂർ വ്യത്യാസത്തിൽ ആ കുട്ടി ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. ശരിയല്ലേ? അതേപോലെ തന്നെ ബ്രോക്കൺ ഫാമിലികൾ വളരെ ഗുരുതരമായ പ്രശ്നമാണ്. പലപ്പോഴും ഈ അഡോളസെൻ്റ് ഏജിൽപ്പെടുത്തുന്ന പല കുട്ടികളും പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അതൊരു ബ്രോക്കൺ ഫാമിലി. അപ്പം പേരൻറ്റിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മളുടെ സ്ക്രീൻ ടൈം ഒരു 7-8-9 മണിക്കൂർ ആയിരിക്കില്ലേ? പലപ്പോഴും ഒന്നിച്ചിരിക്കുന്ന തീന്മേശകളിലെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കഴുത്തൊടിഞ്ഞ് ഇരിക്കാറില്ലേ? പിക്നിക്കിന് യാത്ര പോകുമ്പോഴും നമുക്ക് ഈ സംഘത്തിൽ നമ്മുടേതായിട്ടൊരു സമയം നമ്മൾ വേർതിരിച്ചെടുക്കാറില്ലേ? നമ്മുടെ കംഫർട്ടിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന കരുതി കുട്ടികളൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അറിയാതെ നമ്മൾ ദേഷ്യപ്പെടാറില്ലേ? ഇതൊക്കെയാണ് നമ്മൾ ശരിക്കും ആത്മപരിശോധന നടത്തേണ്ടത്. താങ്കൾ ചോദിച്ചത് കേരളത്തിലുടനീളം ഒരു സിസ്റ്റം ഉണ്ടാക്കുക എന്നുള്ളത്. നമ്മളെപ്പോഴും സിസ്റ്റത്തെ നമുക്ക് പോരാ, അല്ലെങ്കിൽ മറ്റൊരാളുടെ സപ്പോർട്ട് വേണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിൽ കാര്യമുണ്ടോ? കുറച്ചുകൂടെ നമ്മൾ നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയും നമ്മുടെ എക്കോ സിസ്റ്റത്തെയും നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്നവരെ നമ്മൾ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് പ്രധാന ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് മറ്റൊരാളുടെ ഗൈഡൻസ് ഇല്ലാതെ തന്നെ നമ്മൾ കുറച്ച് സമയം ചിലവാക്കി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരെ ഒന്ന് മനസ്സിലാക്കുക, അവരോട് അടുത്തിരിക്കുക. ഒരു തെറ്റ് ചെയ്താലും എനിക്ക് പറയാനൊരിടമുണ്ട്, എന്നെ ഉൾക്കൊള്ളുന്ന ഒരിടമുണ്ട് എന്ന് കുട്ടികൾക്കൊരു ബോധം, ധൈര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നമ്മളിലേക്ക് വരും. ആ ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കിയിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. താങ്ക് യു സോ മച്ച്. ഓൾറൈറ്റ്, സോ താങ്ക് യു സോ മച്ച്. നമുക്ക് ഇതോടുകൂടി നമ്മൾ ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് ഫിനിഷ് ചെയ്യണം. കാരണം നമുക്ക് വേണ്ടി ഒരു കലാകാരി കൂടി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ചോദിക്കാനുള്ള ഈ മാധ്യമ പ്രവർത്തനത്തെ പറ്റിയാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഏറ്റവും ഈ വലിയ സ്വാധീനം ചെലുത്തുന്ന മാധ്യമമാണ് സിനിമ എന്ന് പറയുന്നത്. ഇന്ന് ഇറങ്ങുന്ന സിനിമകളിലൊക്കെ വ്യാപകമായി ലഹരി ഉപയോഗിക്കുന്നതും മയക്കുമരുന്നും വയലൻസുമാണ് കാണിക്കുന്നത്. ആ വയലൻസ് കാണിക്കുന്ന ഗുണം വെച്ചാൽ ആ സിനിമകൾ മാത്രമേ ഇന്ന് കളക്ട് ചെയ്യുന്നുള്ളൂ എന്നാണ് പ്രൊഡ്യൂസേഴ്സ് പറയുന്നത്. 100 കോടി ക്ലബ്ബുകളിലൊക്കെ ഇടം നേടിയിട്ട് ഈ വ്യാപകമായ തോതിൽ ഈ വയലൻസ് പ്രൊമോട്ട് ചെയ്യുകയാണ്.
അയ്യോ മാത്രമല്ല നായക കഥാപാത്രങ്ങളും എപ്പോഴും മദ്യം കഴിക്കുന്നവരും ലഹരി കഴിക്കുന്നവരും ഒക്കെ അതിന് മാറ്റിയിട്ടുണ്ട്. അതിനാണ് കൂടുതൽ ആളുകൾ കുട്ടികൾ ഇന്ന ജനറേഷൻ അത് കണ്ട് വളരുകയാണ്. അത് ആ രംഗത്ത് മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ചാനലുകൾ ഇതിന് എന്തെങ്കിലും ഒരു പങ്ക് അതിൽ വഹിക്കേണ്ടതല്ലേ? മാത്രമല്ല ഒരു കാര്യം കൂടി പറയാം, ഈ എല്ലാ ചാനലുകളിലും രാത്രി, ഏഷ്യാനെറ്റ് മാത്രമല്ല എല്ലാ ചാനലും രാത്രി ഒരു സമയത്ത് ഈ ക്രൈം എന്ന് പറയുന്നത് ക്രൈം ഫയൽ, അന്ന് നടന്ന എല്ലാ കുറ്റകൃത്യങ്ങളും കാണിക്കുകയാണ് ക്രൈം. ആ ക്രൈം ദിവസം 9 മണി മുതൽ കാണിക്കുമ്പോൾ കുറ്റം ചെയ്യാനുള്ള വാസന ചെറുപ്പക്കാരിൽ കൂടി വരുന്നുണ്ട്. അത് ന്യായീകരിക്കാൻ അത് മാത്രമല്ല, ഈ മദ്യപാനത്തിൻ്റെ കണക്കെടുക്കുമ്പോൾ കഴിഞ്ഞ ഓണത്തിന് വരെ മദ്യത്തിൻ്റെ കണക്കുകൾ ഇത്ര കോടി വിറ്റു എന്ന് പറഞ്ഞ് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് മാധ്യമങ്ങൾ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഒരു നെഗറ്റീവ് എഫക്റ്റ് അല്ലേ സമൂഹത്തിൽ ഉണ്ടാക്കുക എന്നാണ് ചോദിച്ചു. എൻ്റെ പേര് അബ്ദുൽ ഖാദർ കൈനിക്കര, MES തിരൂർ യൂണിറ്റ് പ്രസിഡൻ്റാണ്. 2 വശങ്ങളുണ്ട് ചോദിച്ചതിന്. ഒന്ന് ഈ സിനിമ പോലെയുള്ള മാധ്യമങ്ങളെക്കുറിച്ച്. അതിനു മുമ്പ് ഈ ടെലിവിഷനെക്കുറിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ പറയാം. ആഴ്ചയിൽ ഒരു ദിവസമല്ല, എല്ലാ ദിവസവും രാത്രി 10:30 FIR ഉണ്ട്, ക്രൈം ബുള്ളറ്റ് ഉണ്ട്. നമ്മുടെ നാട്ടിൽ നടന്ന എല്ലാ വാർത്തകളും മാത്രമല്ല, നമ്മുടെ പകലത്തെ പല വാർത്തകളിലും കുറ്റകൃത്യങ്ങളാണ് ഇപ്പോൾ 30% വാർത്തയിൽ. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അറിയിക്കുക എന്നുള്ളതിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ വകഞ്ഞു മാറ്റി നിർത്തുക എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്ന ഒരാളല്ല. കാരണം അങ്ങനെ പൊതിഞ്ഞു കെട്ടി വെച്ചത് കൊണ്ട് അത് ഇല്ലാതാകുന്നതല്ല. രണ്ടാമത്തെ കാര്യം, അത്തരം കാര്യങ്ങൾ കാണിക്കുമ്പോൾ ഒരു ടെലിവിഷൻ ചാനലിന്, ഒരു പ്രിൻ്റ് മീഡിയയ്ക്കൊക്കെ ശക്തമായ ഗൈഡ് ലൈൻസ് ഉണ്ട്. MBDSAയുടെ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഒരു ബ്ലഡ് സ്റ്റെയിൻ, ഒരു രക്തക്കറ പോലും ഞങ്ങൾക്ക് കാണിച്ചുകൂടാ. നിങ്ങൾ ആരെങ്കിലും ഒരു പരാതി തന്നു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം ചാനൽ ക്ലോസ് ചെയ്യും. രക്തക്കറ കാണിച്ചുകൂടാ, കുട്ടികൾക്കെതിരെയുള്ള വയലൻസ് കാണിച്ചുകൂടാ. അങ്ങനെ നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ ഞങ്ങൾക്ക് ഈ ദൃശ്യങ്ങൾ കാണിക്കാനോ ഇത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യാനോ പറ്റും. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഡിജിറ്റൽ എക്സ്പ്ലോഷൻ്റെ കാലമാണ്. അപ്പം നമുക്ക് ഏതോ 1-2 അല്ലെ ഈ കേരളത്തിലുള്ള 12 ന്യൂസ് ചാനലുകളും ഇത് കാണിക്കാതിരുന്നു കഴിഞ്ഞാലും സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ ഇതെല്ലാം സ്പ്രെഡ് ചെയ്യും. ഗൈഡ് ലൈൻ പാലിച്ചുകൊണ്ട് വിവരങ്ങൾ കൊടുക്കുക എന്നുള്ളത് മാത്രമേ അതിൽ പറ്റത്തുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഈ സിനിമയുടെ കാര്യമാണ് ചോദിച്ചത്. സിനിമ മാധ്യമങ്ങളുടെ നിയന്ത്രണത്തിൽ നിൽക്കുന്നൊരു കാര്യമല്ല. എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇവിടെ നേരത്തെ ശ്രീ ബെന്യാമിൻ പറഞ്ഞ പോലെ, ഇപ്പോൾ ടി പത്മനാഭൻ്റെ 95-ാം വയസ്സിലും അദ്ദേഹം ഒരു വാരാന്ത്യപ്പതിപ്പിൽ ഗൗരിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്നത്തെ പുസ്തകത്തിലെ ഗൗരിയുമായി ഒത്തുള്ള യാത്രകളെ എത്രയോ ഇതോടുകൂടിയാണ് നമ്മൾ നെഞ്ചേറ്റുന്നത്. ഇപ്പോഴും നമുക്കൊരു ഹൃദയഭാരം വന്നു കഴിഞ്ഞാൽ ആടുജീവിതത്തിൻ്റെ 42-ാമത്തെ പേജ് മുതലൊന്ന് എടുത്ത് വായിക്കണമെന്ന് തോന്നുന്നതൊക്കെ നമ്മുടെ ഇമോഷൻസുമായിട്ടുള്ള ഒരു കണക്റ്റ് കൊണ്ടാണ്. പക്ഷെ അതേസമയം വളരെ നമുക്ക് ഭയങ്കര കുറ്റബോധത്തോടെയോ നമുക്ക് ഭയങ്കര വൈരുദ്ധ്യത്തോടെ തോന്നുന്നത്, ഈ സിനിമ എന്ന് പറയുന്ന മാധ്യമത്തിൻ്റെ ഉള്ളടക്കത്തെ നിയന്ത്രിക്കാൻ നിയമവിധേയമായിട്ടുള്ള ബോഡികൾ എന്തിനെയാണ് വിലക്കുന്നത്? സത്യത്തിൽ എന്തിനെയാണ് വിലക്കുന്നത്? ബിംബങ്ങളെയും സന്ദർഭങ്ങളെയും ഒക്കെ വിലക്കുന്നവർ സമൂഹത്തെ കാർന്നു തിന്നുന്ന വിപത്തുകൾ കണ്ടിൽ നിന്നടിക്കുകയാണ് അല്ലേ? ഒരു സ്ഥലത്തേക്ക് ചെല്ലുന്ന ചെറുപ്പക്കാർ ഒരു ഷെൽഫ് മറിച്ച് നോക്കുമ്പോൾ ആയിരക്കണക്കിന് കാർട്ടൺ സിഗരറ്റും ആയിരക്കണക്കിന് കുപ്പിയും അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് പുതുതായി ഒരു നഗരത്തിലെത്തിയ വിദ്യാർത്ഥികൾ സന്തോഷത്തോടെ തുള്ളിച്ചാടുന്ന ദൃശ്യങ്ങൾ കത്രിക വെക്കാതിരിക്കുകയും, നമ്മൾ ഒരു മനുഷ്യൻ്റെ പേഴ്സണൽ ചോയ്സിൻ്റെ പേരിൽ തിരഞ്ഞെടുക്കാവുന്ന ഏതൊരു സാധനവും ഒരു കലാസൃഷ്ടിയുടെ ഭാഗമായി വരുന്ന സമയത്ത് അതിനെ കത്രിക വെക്കുകയും ചെയ്യുന്ന നിയന്ത്രണ സംവിധാനം കൂടെ എനിക്ക് യോജിപ്പില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് റെസ്പോൺസിബിലിറ്റി ടു ദ സൊസൈറ്റി എന്ന് പറയുന്നത്. സൊസൈറ്റിയോട് റെസ്പോൺസിബിൾ ആയിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും മുമ്പേ പറഞ്ഞതുപോലെ മാധ്യമങ്ങൾ സിനിമ വ്യാപകമായ തോതിൽ ചെറുപ്പക്കാരെ നിയന്ത്രിക്കുകയോ സ്വാധീനിക്കുകയോ ചെയ്യുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഇതിന് വലിയ അജണ്ടകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പോലും സംശയിക്കുന്ന തരത്തിലേക്ക് നമ്മൾ കാര്യങ്ങൾ ഗൗരവമായി പഠിക്കേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുകയാണ്. നോർമൽ ഓല എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ, ജർമ്മൻ എഴുത്തുകാരൻ്റെ ബ്ലിറ്റ്സ്ഡ് ഡ്രഗ്സ് ഇൻ തേർഡ് റൈ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഈ നാസികളുടെ കാലത്ത് ഈ ഏകാധിപത്യം വളർത്തുന്നതിനു വേണ്ടി എങ്ങനെയാണ് ഹിറ്റ്ലറുടെ സേന മയക്കുമരുന്നിനെ ഉപയോഗിച്ചത് എന്നതിനെക്കുറിച്ചാണ് ആ പുസ്തകം ഗൗരവമായി പറയുന്നത്. ചെറുപ്പക്കാരിൽ വ്യാപകമായ തോതിൽ മയക്കുമരുന്ന് കൊടുത്തുവിട്ട് അവരുടെ ഉള്ളിലെ രാഷ്ട്രീയ ബോധത്തെ ഇല്ലായ്മ ചെയ്യുക, സ്വാതന്ത്ര്യബോധത്തെ ഇല്ലായ്മ ചെയ്യുക, അവരെ മയക്കിക്കിടത്തുക എന്ന് പറയുന്ന വലിയൊരു തന്ത്രം അവിടെ ഹിറ്റ്ലർ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് ആ പുസ്തകം വളരെ ഗൗരവമായി പറയുന്നുണ്ട്. സമാനമായ പദ്ധതികളാണോ ഒരുപക്ഷെ ഇന്ത്യയിൽ നടക്കുന്നത് എന്ന് പലപ്പോഴും
ചിന്തിക്കാം, ഒരു പക്ഷേ ആഗോള ശക്തികൾ ഇന്ത്യ പോലൊരു രാജ്യത്ത് ഉയർന്നു വരുന്ന യൗവനത്തെ ഉറക്കിക്കിടത്തുക എന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യം തന്നെയാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ഗൗരവമായി മനസ്സിലാക്കുകയും മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളിലേക്ക് വരുന്നതിൻ്റെ പിന്നിൽ വലിയ അജണ്ടകളുണ്ടെന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തികളെ തുറന്നു കാണിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളതല്ലാതെ നമുക്ക് ഞങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണോ എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവരോട് എന്ത് പറയാൻ പറ്റും? നമുക്കിതുപോലുള്ള ചെറിയ വേദികളിൽ പറയുകയും ഇത് യുവാക്കളോട് സംവേദിക്കുകയും പരസ്പരം മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ജാഗ്രതയുള്ളവരായിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓൾറൈറ്റ്, സോ താങ്ക് യു സോ മച്ച്. സോ നമ്മളോടൊപ്പം ഇത്രയും നേരം ഈ ഒരു സംവാദത്തിൽ കൂടി പങ്കെടുത്ത നമ്മുടെ സുരേഷ് സാറിനും അതുപോലെ ബെന്യാമിൻ സാറിനും വലിയൊരു നന്ദി. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ ടൈം ആസ് വെൽ ആസ് വേർഡ്സ്. അവരവരുടെ തിരക്കുകളെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഡോക്യുമെൻ സബ്മിറ്റ് 2025 ഇരുവരും എത്തിച്ചേർന്നത്. രണ്ടുപേർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് ചോദ്യങ്ങൾ ചോദിച്ച വ്യക്തികൾ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് വരണം. നിങ്ങൾക്കൊരു ചെറിയ സ്നേഹോപഹാരം ഡോക്യുമെൻ സബ്മിറ്റ് 2025 ഭാഗമായിട്ടുണ്ട്. സോ സംവാദ ചർച്ചയിൽ ചോദ്യങ്ങൾ ചോദിച്ച വ്യക്തികൾ ദയവ് ചെയ്ത് വേദിയിലേക്ക് എത്തിച്ചേരണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നിങ്ങളൊന്ന് സ്പീഡായി കഴിഞ്ഞാൽ നമുക്കൊരു കലാകാരി, അതുപോലെ കലാകാരി നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. സോ അദ്ദേഹത്തിനാണ് ഇനി ഈ ഒരു സ്റ്റേജ് ഞാൻ കംപ്ലീറ്റ്ലി വിട്ടുകൊടുക്കാൻ പോകുന്നത്. സോ അതിനുവേണ്ടി കുറച്ച് സ്പീഡായിട്ട് ചോദ്യങ്ങൾ ചോദിച്ച വ്യക്തികൾ എത്രയും പെട്ടെന്ന് വേദിയിലേക്ക് എത്തിച്ചേരണമെന്ന് റിക്വസ്റ്റ് ചെയ്തു. അവർക്കുള്ള സമ്മാനങ്ങൾ, സ്നേഹോപകാരങ്ങൾ നൽകുന്നത് ന്യൂറോ സൈക്കാട്രി സെൻറ്ററിൻ്റെ ഫൗണ്ടർ കൂടിയായിട്ടുള്ള നമ്മുടെ സ്നേഹപ്പെട്ട ബഹുമാനപ്പെട്ട ഡോക്ടർ ഹൈദർ അലി കളിയത്ത് അവരുകളായിരിക്കും. സോ ഡോക്ടറോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇവർക്കുള്ള സ്നേഹാദരങ്ങൾ, സ്നേഹ സമ്മാനങ്ങൾ നൽകുന്നതിന് വേണ്ടി. ഡോക്യുമെൻ സബ്മിറ്റ് 2025 ചർച്ചാ വേളയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ച വ്യക്തികൾക്കുള്ള സ്നേഹോപഹാരം ന്യൂറോ സൈക്കാട്രിക് സെൻറ്ററിൻ്റെ ഫൗണ്ടർ കൂടിയായിട്ടുള്ള ഡോക്ടർ ഹൈദർ അലി കളിയത്ത് അവരുകൾ നൽകുകയാണ്. ഒരുപാട് നന്ദി. ഈ ഒരു ചർച്ചയെ സജീവമാക്കിയത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ചോദ്യങ്ങളാണ്. ഒരുപാട് ചോദ്യങ്ങൾ ഇനിയും ഉണ്ടെന്നറിയാം, പക്ഷെ നമുക്ക് സമയപരിമിതികൾ ഉള്ളതുകൊണ്ട് നമ്മൾ തൽക്കാലം ആ ചോദ്യങ്ങൾ ഇവിടെ നമ്മൾ ഒന്ന് പരിമിതപ്പെടുത്തുകയാണ്. ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. സോ ഡോക്യുമെൻ സബ്മിറ്റ് 2025 അവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഔദ്യോഗിക ചടങ്ങുകൾക്ക് വിരാമം കുറിച്ചുകൊണ്ട് വോട്ട് ഓഫ് താങ്ക്സ്, നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി ഒരുപാട് സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു സോഷ്യൽ വർക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് NPCയുടെ HOD ആയിട്ടുള്ള ഡോക്ടർ ഫെബിന മുർക്കത്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാന്യ സദസ്സിന് വന്ദനം. ഡോപ്പമിൻ സമ്മിറ്റ് 25 കഴിഞ്ഞ വർഷത്തിലേതുപോലെ തന്നെ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്നിൽ അർപ്പിതമായിട്ടുള്ള ദൗത്യം നന്ദി പറയുക എന്നതാണ്. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച ബഹുമാന്യനായ ലഫ്റ്റനന്റ് കേണൽ ഋഷി രാജലക്ഷ്മി ലഹരി വിരുദ്ധ സ്നേഹത്തെക്കുറിച്ച് നമ്മോട് സംവദിക്കുകയുണ്ടായി. തിരിച്ചറിവിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മെ എത്തിച്ച ലഫ്റ്റനന്റ് കേണൽ ഋഷി സാറിന് ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുന്നു. മാധ്യമധർമ്മവും ലഹരി വിമുക്ത ഭാവിയും എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായി നമ്മോട് സംസാരിച്ച PG സുരേഷ് കുമാർ സാറിന് ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുകയാണ്. നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എഴുത്തുകാരനായ ബെന്യാമിൻ സർ മയങ്ങുന്ന സമൂഹവും തൂലികാധർമ്മവും എന്ന വിഷയത്തിൽ അധിഷ്ഠിതമായി നമ്മോട് സംവദിച്ചു. ബെന്യാമിൻ സാറിന് ഹൃദയത്തിൽ നിന്നും എല്ലാവരുടെയും പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. നമുക്കെല്ലാവർക്കും ഏറെ പ്രിയങ്കരനായ ഡോക്ടർ ഹൈദർ അലി കളിയത്ത് എ വാർ അഗെയിൻസ്റ്റ് 420 കൾച്ചർ എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ട് ഏറെ ചിന്തയിൽ അധിഷ്ഠിതമായിക്കൊണ്ട് നമ്മോട് സംവദിച്ചു. ഈ ഒരു വേളയിൽ ഇങ്ങനെയൊരു പരിപാടിയുടെ അമരക്കാരൻ എന്ന നിലയിൽ സാറിന് ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന് നിങ്ങൾ ഓരോരുത്തർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു ഫോർ മേക്കിംഗ് ദിസ് മൊമെൻറ്റ് മെമ്മറബിൾ. നന്ദി, നമസ്കാരം.